ശ്രീനിയുടെ ഒരു വിടവാങ്ങൽ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു സംഭവം. എന്നെ ഒരു 6 മാസം മുമ്പ് വിളിച്ചു, ചുമ്മാ വിളിച്ച, ഒന്നുമില്ല, എനിക്ക് പെട്ടെന്ന് പഴയ ആൾക്കാരെയൊക്കെ വിളിക്കണം എന്ന് തോന്നി, അങ്ങനെ വിളിച്ചു. അപ്പോൾ പ്രിയൻ ചെന്നിട്ട് ശ്രീനിയോട് പറഞ്ഞു, താൻ ഈ സ്ക്രിപ്റ്റിനും കൂടെ സഹായിക്കണം. അപ്പോൾ പ്രിയ, ശ്രീനിയ എനിക്ക് സ്ക്രിപ്റ്റ് എഴുതാറില്ല. അപ്പോൾ സ്ക്രിപ്റ്റ് എഴുതാറുണ്ടെങ്കിൽ അത് അഭിനയിക്കാൻ വേണ്ട. അഭിനയിക്കാനായിട്ട് ഒത്തിരി കഷ്ടപ്പെട്ട ഒരാൾ. പിന്നെ തിരക്കഥ എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ തിരക്കഥ പ്രിയൻ, ശ്രീനിവാസൻ, സത്യൻ അന്തിക്കാട്, ഇവർ രണ്ടുപേരും വിളിച്ചത്. അതാണ് ഏറ്റവും വലിയ ഹിറ്റായത്. അവരുടെ എല്ലാ സിനിമകളും മിക്കവാറും ടി.പി. ബാലഗോപാലിൻ്റെ ഗാന്ധിനഗർ, സെക്കൻഡ് സ്ട്രീറ്റ്, അങ്ങനെ ഇഷ്ടംപോലെ സിനിമകൾ വന്നിട്ടുണ്ട്. അത് കാണാനായിട്ട് ആളുകൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ശ്രീനിക്ക് പകരം വെക്കാൻ ശ്രീനിയെ തല്ലിക്കൊന്നാലും ശ്രീനി നേരത്തെ സ്ക്രിപ്റ്റ് എഴുതി വെക്കുന്ന പരിപാടി മമ്മൂക്ക എൻ്റെ അടുത്ത് പറയുന്നത്, എടാ റോളൊക്കെ ഫിക്സ് ആയതാണ്, ശ്രീനിക്ക് ഒരു റോള് പ്രത്യേക ഏതാഴ്ചയൊക്കെ ഫിക്സ് ചെയ്യും. പക്ഷെ എന്നാലും നമ്മൾ അതിൻ്റെ അകത്തൊരു റോള് ശ്രീനിക്ക് ഫിക്സ് ചെയ്യും. കൂത്തുപറമ്പ് വിട്ടുപോകാൻ കാര്യം പുള്ളി ഇതിനെ വിമർശിച്ച് ലോക്കലായിട്ട് അന്ന് അതിനെ വിമർശിച്ചുകൊണ്ടാണ് ചിലപ്പോൾ പുള്ളി പിൻകാലത്ത് നമ്മുടെ പറയുന്നത്. അപ്പോൾ ഞാനവിടെ എന്നെ എല്ലാവരും കൂടെ തല്ലിക്കൊന്നാളാണ് ഞാൻ. അപ്പോൾ പുള്ളി അതുകൊണ്ടാണ് അവിടെ നിന്നൊക്കെ സ്ഥലം വിട്ട് പൊക്കളത്. കാര്യം നമുക്കൊക്കെ ഏറ്റവും സങ്കടകരമായിട്ടൊരു കാര്യമാണ് ശ്രീനി. ശ്രീനി ഞങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്, ശ്രീനി ഞാൻ പരിചയപ്പെടുന്നത് 1978-79 കാലഘട്ടത്തിൽ. അന്നാണ് ശ്രീനിയായിട്ടുള്ളൊരു പരിചയപ്പെടുന്നത്. എന്ന് വെച്ചാൽ ശ്രീനി ഇവിടെ ഒരു പടത്തിൻ്റെ ഷൂട്ടിംഗ് വന്നു. അതായത് പഴയ ഒരു പടം, ആ പടം പിന്നെ ഇറങ്ങിയില്ല. സ്നേഹഗീതങ്ങൾക്ക് വിഷാദരാഗം എന്ന് പറഞ്ഞിട്ട് ശ്രീനിയുടെ നാട്ടുകാരനായിട്ടുള്ള പി.എൻ. ശ്രീകുമാർ സംവിധായകൻ ശ്രീനിയെ വെച്ചിട്ടൊരു പടം ചെയ്തു. ഈ പടം അങ്ങനെ ശ്രീനി അതിൻ്റെ അകത്തുണ്ടായിരുന്നു. വേറെ ശ്രീനാഥ് എന്ന് പറഞ്ഞ ആ നടനായിരുന്നു അതിൻ്റെ അകത്ത് ഹീറോ ആയിട്ട് അഭിനയിച്ചത്. അപ്പോൾ അവരിവിടെ വന്ന് ഇവിടുത്തെ ഷൂട്ടിംഗ് വന്നപ്പോൾ ഞാനും അവരോട് കൂടി അങ്ങനെയാണ് ശ്രീനിവാസനെ ഞാൻ വിളിച്ചത്. അതിനുശേഷം പല സ്ഥലത്തിലും ഞങ്ങൾ മദ്രാസിൽ പോവുകയും മദ്രാസിൽ സിനിമയായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോഴൊക്കെ നമ്മൾ കാണാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ശ്രീനിവാസനെ പിന്നെ ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ കൂലി എന്ന് പറഞ്ഞ സിനിമ എടുക്കുന്ന സമയത്ത്. അതിനു മുമ്പ് ഞങ്ങൾ തേനും വയമ്പിൻ്റെ സിനിമയുടെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് മദ്രാസിൽ ഇരിക്കുന്നു. ഞങ്ങൾ സ്വാമി സ്വാഗതം വരുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാണുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കൂലി എന്ന് പറഞ്ഞ സിനിമ എടുക്കുന്ന സമയത്താണ് മമ്മൂക്ക എൻ്റെ അടുത്ത് പറയുന്നത്, എടാ റോളൊക്കെ ഫിക്സ് ആയതാണ്, ശ്രീനിക്ക് ഒരു റോള് കൊടുക്കും. പ്രത്യേക ഏതാഴ്ചയൊക്കെ ഫിക്സ് ചെയ്തു. പക്ഷെ എന്നാലും നമ്മൾ അതിൻ്റെ അകത്തൊരു റോള് ശ്രീനിക്ക് ഫിക്സ് ചെയ്തു. അത് 82-ലാണ്, 82-83. അപ്പോൾ അങ്ങനെ 82 ഒക്ടോബറിലാണ് ആ പടം ഷൂട്ടിംഗ് തുടങ്ങുന്നത്. അങ്ങനെ ശ്രീനി നമ്മുടെ പടത്തിൽ ഒരു റോൾ അഭിനയിക്കാൻ വരികയും ഞങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളായിട്ട് മാറുന്നത്. അത് കഴിഞ്ഞ് അടുത്ത പൂച്ചക്കര മൂക്കുത്തി വന്നപ്പോൾ പൂച്ചക്കര മൂക്കുത്തിയിൽ ശ്രീനി ഒരു പ്രധാനപ്പെട്ട റോൾ അതിനകത്ത് അഭിനയിച്ചു. അവസാനത്തെ ഇതിൻ്റെ അകത്ത് എന്താണ് ഒരു ലോഡ്ജുണ്ട്. ആ ലോഡ്ജിലെ ഒരു ജോലിക്കാരനായിട്ടാണ് ശ്രീനി. അവസാനത്തെ ക്ലൈമാക്സിലും ഒക്കെ ശ്രീനിയുണ്ട്. അപ്പോൾ അതിലും ശ്രീനി അഭിനയിച്ചു. അപ്പോൾ അന്ന് ശ്രീനി അത് വരുമ്പോഴത്തേക്കും പ്രിയൻ ശ്രീനി എടുത്ത് പറഞ്ഞിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് തിരുത്താനും പിടിക്കാനും ഒക്കെ ശ്രീനിയെ വിളിക്കുകയായിരുന്നു സ്ക്രിപ്റ്റിൻ്റെ കാര്യം. അത് കഴിഞ്ഞ് ഈ പടം വളരെ വലിയ സൂപ്പർ ഹിറ്റ് ആയി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഉടനെ തന്നെ ഞങ്ങൾ വേറൊരു പടം പ്ലാൻ ചെയ്തു. അതാണ് ഓടൻ ദ മാള. അപ്പോഴത്തേക്ക് നമ്മൾ അത് പ്ലാൻ ചെയ്യുമ്പോഴത്തേക്ക് പ്രിയനാണ് അതിൻ്റെ അകത്ത് സ്ക്രിപ്റ്റ്. പ്രിയൻ്റെ ഒരു രീതി അനുസരിച്ച് പ്രിയൻ ആ കൂടെ ഒറ്റ സ്ക്രിപ്റ്റാണ് ഫുള്ളായിട്ട് എഴുതിയിട്ടുള്ളത്, എനിക്കറിയാവുന്നത്. അതാണ് പൂച്ചക്കരി ആദ്യത്തെ സ്ക്രിപ്റ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ പ്രിയൻ ഈ പേപ്പർ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നതല്ല, അത് അങ്ങോട്ട് എഴുതില്ല. ഇപ്പോൾ എഴുതാമെന്ന് പറഞ്ഞിരിക്കും. അങ്ങനെയാണ് ശ്രീനി അഭിനയിക്കാനായിട്ട് 2 ദിവസം മുമ്പ് നേരത്തെ തിരുവനന്തപുരം. അപ്പോൾ പ്രിയൻ ചെന്നിട്ട് ശ്രീനിയുടെ പറഞ്ഞു, താൻ ഈ സ്ക്രിപ്റ്റിനും കൂടെ സഹായിക്കണം. അപ്പോൾ പ്രിയ, സിനിമ എനിക്ക് സ്ക്രിപ്റ്റ് എഴുതാറില്ല. അപ്പോൾ സ്ക്രിപ്റ്റ് എഴുതാറില്ലെങ്കിൽ അത് അഭിനയിക്കാൻ വേണ്ടത്. അപ്പോൾ പറഞ്ഞു ശ്രീനി, അതങ്ങനെ തൻ്റെ കഥാപാത്രം താൻ തന്നെ എഴുതി അങ്ങ് അഭിനയിച്ചാൽ മതി, ഉണ്ടാക്കിയാൽ മതി. അങ്ങനെയാണ് ശ്രീനിയെ പഠിച്ചത്. പ്രിയ, എനിക്കിതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല, നിങ്ങൾ എഴുതി തുടങ്ങി, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ശ്രീനി ആദ്യമായിട്ട് ഒരു തിരക്കഥ. അത് ശ്രീനിയും മുകേഷും ജഗദീഷുമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട അഭിനേതാക്കൾ. അത് ഭയങ്കര രസമുള്ളൊരു സിനിമയായിരുന്നു. അങ്ങനെ ഇപ്പോഴും അതിൻ്റെ ക്ലിപ്പിങ്സൊക്കെ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും.
അങ്ങനെയാണ് ശ്രീനി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റായിട്ട് ഞാനൊരു സിനിമ ചെയ്തു, അക്കരെ നിന്ന് മാറി. അതിൽ മണിയമ്പിള്ള രാജുവായിരുന്നു. അപ്പോൾ അതിലും ശ്രീനി ആയിരുന്നു സ്ക്രിപ്റ്റ് എഴുതുന്നത്. അപ്പം ഞങ്ങൾ ശരിക്കും ചെറിയൊരു ബഡ്ജറ്റിലെടുത്തു. അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതാനും പിടിക്കാനും ഒക്കെ ആയിട്ട് ഞങ്ങൾ തിരുവല്ലാമലയ്ക്ക് അടുത്ത് ഒരു സ്ഥലത്തായിരുന്നു, തിരുവല്ലാമലയായിരുന്നു ഷൂട്ടിങ്. അതിൻ്റെ അടുത്ത് ഒരു ചീരക്കുഴി എന്ന് പറഞ്ഞൊരു IB ഉണ്ട്. ആ IB-യിൽ വെച്ചിട്ടായിരുന്നു എൻ്റെ സ്ക്രിപ്റ്റൊക്കെ എഴുത്ത്. ചെറിയൊരു മുറി, അന്ന് ആ IB-യിലെ മുറിക്ക് 3 രൂപ എങ്ങാണ്ടാണ് മാറും. എല്ലാവരും അവിടെ താമസിച്ച് താഴെ നമ്മുടെ ഇവിടെ ഭാരതപ്പുഴയിൽ പോയി കുളിക്കും. അങ്ങനെയുള്ള വൈകുന്നേരങ്ങളിൽ എല്ലാവരും കൂടെ കൂടി അങ്ങനെ ഒരു രീതിയിൽ ശ്രീനി അവിടെ ഇരുന്ന് എഴുതി, ഓരോ സീൻ ബൈ സീനായിട്ട് എഴുതി. അല്ലാതെ നേരത്തെ എഴുതുന്ന പരിപാടി ശ്രീനിക്കില്ല. ശ്രീനിയെ തല്ലിക്കൊന്നാലും ശ്രീനി നേരത്തെ സ്ക്രിപ്റ്റ് എഴുതി വെക്കുന്ന പരിപാടിയില്ല. അങ്ങനെ ഒരു ഇത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ശ്രീനി എപ്പോഴും വരുമ്പോഴേ, സിനിമ തുടങ്ങുമ്പോഴേ ക്യാമറ ഓൺ ചെയ്ത് കഴിയുമ്പോഴേ ശ്രീനിയുടെ കൈ ചലിക്കത്തുള്ളൂ. അതാണ് ശ്രീനി. അപ്പം അങ്ങനെയായിരുന്നു ശ്രീനിയുടെ ഒരു ശീലം. ഇത് പക്ഷേ ഭയങ്കര രസമായിരുന്നു ഈ സിനിമ. അപ്പോൾ ഞങ്ങൾ വളരെ ചെറിയ ബഡ്ജറ്റ് ചെയ്ത് നന്നായിട്ട് ആ പടം ഓടുകയും ചെയ്തു. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. വളരെ ഒരു നല്ല രീതിയിൽ അത് റിലീസ് ചെയ്ത് നന്നായിട്ട് ഓടുകയും ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ 2-3 പടങ്ങൾ അടുപ്പിച്ചടുപ്പിച്ചത്. നമ്മുടെ അരമ്പള സ്വരം കിന്നരം, പിന്നെ വേറൊരു സിനിമകളുണ്ടായിരുന്നു. ഇതെല്ലാം അടുപ്പിച്ച് അതൊക്കെ ശ്രീനിയാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത്. അപ്പോൾ ശ്രീനിയുടെ സ്ക്രിപ്റ്റ് എഴുതുമ്പോഴത്തേക്ക് ശ്രീനിക്കുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്ന എല്ലാ കഥാപാത്രങ്ങളും, അതായത് തനി നാടൻ ശ്രീനി വന്ന കൂത്തുപറമ്പിൽ നിന്നുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന്, പാട്യം എന്നൊരു ഗ്രാമത്തിൽ, ആ ഗ്രാമത്തിലും ശ്രീനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളും കാര്യങ്ങളും, അന്ന് മുതൽ അവിടെ നിന്നൊക്കെ ശ്രീനി പഠിച്ച മട്ടന്നൂർ കോളേജിൽ അവിടെ നിന്നുള്ള അനുഭവങ്ങളും കാര്യങ്ങളും എല്ലാം ശ്രീനിയുടെ സിനിമയിലാണ്. ശ്രീനി ഉണ്ടാക്കുന്ന ഏത് സിനിമയിലും അതുപോലത്തെ കഥാപാത്രങ്ങളെ നമുക്ക്, നാടൻ കഥാപാത്രങ്ങൾ എല്ലായിടത്തും അത് ഒരു വലിയ പ്രത്യേകതയാണ് ശ്രീനിക്കുണ്ടാകും. പിന്നെ നമ്മൾ മഴ പെയ്യുന്നു മൊത്തത്തിൽ, ആ സിനിമ കണ്ടാൽ നിങ്ങൾക്കറിയാം. അതിൻ്റെ അകത്തെ 2 പേരും കോമക്കുറുപ്പും രാമക്കുറുപ്പും 2 പേരും തമ്മിലുള്ള ബഹളവും കാര്യങ്ങളും ഒക്കെ. ശ്രീനി അതിൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട കഥാപാത്രം. ഇവർ തമ്മിൽ ചേഞ്ചായി പോകുന്നു. അപ്പം ഇങ്ങനെ ഒത്തിരി സിനിമകളിൽ ഞങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ട് വളരെ ഞങ്ങളുടെ സൗഹൃദം വളരെ ഒരു നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന സമയം വെച്ചാൽ ഒരുമിച്ചുള്ള താമസം. ഞങ്ങൾ മദ്രാസിലായിരുന്ന സമയത്ത് സ്ഥിരമായിട്ട് വുഡ്ലാൻഡ്സിലാണ് താമസം. അപ്പോൾ വുഡ്ലാൻഡ്സിലെ വൈകുന്നേരങ്ങളും കാര്യങ്ങളും, ഞങ്ങൾ വെളിയിൽ ആഹാരം കഴിക്കുന്നതും ഒക്കെ അന്നത്തെ ജീവിതം ഇങ്ങനെ വളരെ ഉള്ളത് കൊണ്ട് ഓണം പോലെ ജീവിക്കുന്നത്. ഇന്നത്തെ പോലെ അല്ല അന്നത്തെ സിനിമ. നമ്മൾ ഒരു സിനിമ ഓടിയാലും അതിന് കളക്ഷൻ ഇത്രത്തോളം വരത്തില്ല. ഇന്ന് വരുന്ന കളക്ഷൻ എന്ന് പറഞ്ഞില്ല. പക്ഷെ അന്നത്തെ പൈസയുടെ വില അനുസരിച്ച് ഒരു രീതിയിലുള്ള ആഡംബരങ്ങളും ഇല്ലാത്ത രീതിയിലാണ്. അപ്പം ശ്രീനിക്ക് ചില പ്രാരാബ്ദങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതാണ്. ശ്രീനി കല്യാണം കഴിക്കാൻ പോകുമ്പോഴത്തേക്ക് ആരാധന ടീച്ചറെ കല്യാണം കഴിക്കാൻ ഞാനും കൂടെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പോകണം കല്യാണമാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, കല്യാണത്തിന് ശരിക്കും അങ്ങനത്തെ ഒരു പരിപാടിയില്ല, ക്ഷണമില്ല, ഒന്നുമില്ല. നിങ്ങൾ പോയൊരു താലി കെട്ടും തിരിച്ച് അങ്ങനെയുള്ളൊരു സംവിധാനമുണ്ട്, അല്ലാതെ വേറെ വലിയ കല്യാണമൊന്നുമില്ല. അപ്പം അങ്ങനെയൊക്കെ ആണ് ശ്രീനിയുടെ ജീവിതം തുടങ്ങിയത്. പക്ഷെ പിന്നെ പിൽക്കാലത്ത് സിനിമകളിൽ നിന്ന് ശ്രീനിയൊക്കെ നല്ല ചെയ്തിരിക്കുന്നു. ശ്രീനിയുടെ ഒത്തിരി, അതായത് ഇപ്പം നാട്ടിൻപുറത്തുകാരനായ ശ്രീനി പിന്നെ കൃഷിയും കാര്യങ്ങളും ഒക്കെ തുടങ്ങി. അതൊരു വേറെ കഥയാണ്. പിന്നെ പിള്ളേരാണെങ്കിലും എല്ലാം നന്നായി വന്നു. വിനീതാണ്, ധ്യാനാണെങ്കിലും എനിക്കൊക്കെ ഇവരെ കുഞ്ഞുനാൾ പോലെ എനിക്കറിയാം. അപ്പം എന്തായാലും അവരൊക്കെ നല്ല നിലയിലെത്തി. അപ്പം അതൊക്കെ വളരെ സന്തോഷമുള്ളതാണ്. പിന്നെ ശ്രീനി കുറേ നാൾ എൻ്റെ ഫ്ലാറ്റിൻ്റെ താഴെ ഇവിടെ ട്രിവാൻഡ്രത്ത് താമസിച്ചുകൊണ്ടിരുന്നു. എന്ന് വെച്ചാൽ ധ്യാനിനെ ഇവിടെ കൊണ്ടുവന്ന് എഞ്ചിനീയറിംഗ് പഠിപ്പിക്കാനായിട്ട് താമസിപ്പിച്ചാണ്. അവൻ എഞ്ചിനീയറിംഗ് ഒന്നും പഠിച്ചില്ല, അവൻ പഠിപ്പിക്കുക മനസ്സിലാക്കി. അവനും സിനിമയാണ് പറഞ്ഞിരുന്നത്, അത് പോവുകയും ചെയ്ത് കൃത്യമായിട്ട് അവൻ സിനിമയിൽ തന്നെ വരികയും. വിനീതാണെങ്കിൽ നല്ല രീതിയിൽ ഒരു പാട്ടുകാരനായി, പ്രിയൻ്റെ പടത്തിലാണെന്ന് തോന്നുന്നു ആദ്യം പാട്ടുകാരനായി. അത് കഴിഞ്ഞിട്ട് നല്ലൊരു നടനായി.
സംവിധായകനായി അവൻ്റെ ഈ സിനിമയിലെ വിനീതിൻ്റെ എല്ലാ പ്രതിഭയും തെളിയിക്കുന്ന ഒരാളായിട്ട് മാറി. 2 മിടുക്കന്മാരായിട്ടുള്ള മക്കളുടെ അച്ഛനാവാൻ പറ്റി. അതൊരു വലിയ ദൈവാനുഗ്രഹമാണ്. പിന്നെ ഞാൻ എൻ്റെ 2010 ഞങ്ങളെടുത്ത പച്ചമരത്തണൽ, അതും ശ്രീനി ഹീറോ ആയിട്ടാണ് അഭിനയിച്ചത്. ശ്രീനി പത്മപ്രിയെ ലാലും കൂടെ അഭിനയിച്ചത്. സിദ്ദിഖ് ലാലും ആണ് അവരിൽ അഭിനയിച്ചത്. അപ്പോൾ അതും ഒരു നമ്മുടെ സിനിമകളിൽ അങ്ങനെ ശ്രീനി നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഒത്തിരി സിനിമകളിൽ അഭിനയിക്കുകയും നമ്മുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു വളരെ നല്ലൊരു ഫാമിലി ഫ്രണ്ടാണ്. ഞങ്ങളെപ്പോഴും കാണാറുണ്ടായിരുന്നു. ഇവിടെ വരുമ്പോഴും തിരുവനന്തപുരത്ത് എല്ലാ ഫങ്ഷനും ഞങ്ങൾ കാണാറുണ്ട്. എല്ലാ കാര്യം പിള്ളേരുടെ കല്യാണത്തിനാണെങ്കിലും എല്ലാം നമ്മൾ ഉണ്ടാവാറുണ്ട്. അത് നല്ലൊരു ഫ്രണ്ടാണ്. മദ്രാസിലാണെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് ഉള്ള യാത്രകൾ, പല സായാഹ്നങ്ങൾ, അതാണ് നമ്മൾ മറക്കാൻ പറ്റുന്നത്. ശ്രീനിയുടെ ഏറ്റവും വലിയ ഒരു സംഭവം എന്ന് പറയുന്നത് അങ്ങനത്തെ സിനിമ. അത് ഇപ്പം നമ്മൾ സന്ദേശം എടുത്തു കഴിഞ്ഞാൽ സന്ദേശം, അതുപോലെ ഒത്തിരി പടങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ഉദയനാണ് താരം, പിന്നെ ശ്രീധരനെ മറ്റേ ഇതായിട്ട് അഭിനയിച്ച ഒരു സിനിമയുണ്ട്, ഒരു ഹീറോ ആയിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഉദയനാണ് താരത്തിൻ്റെ 2ാമത്തെ പാർട്ട് സരോജ് കുമാറായിട്ട് അഭിനയിച്ച അത്. അങ്ങനത്തെയുള്ള സിനിമകളൊക്കെ ഈ നമ്മുടെ ഇപ്പം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറ്റിയ അപജയം ഒക്കെ എടുത്തു കാണിക്കാൻ പറ്റിയ ഒരു കഥാപാത്രമായിരുന്നു. അതിൻ്റെ അകത്ത് ശങ്കരാടി ആശാൻ അവിടുത്തെ ഒരു പാർട്ടി സെക്രട്ടറി ആയിട്ട്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടൊക്കെ അഭിനയിച്ചത് വളരെ കൃത്യമായ രീതിയിൽ. പിന്നെ ക്യൂബ മുകുന്ദൻ, അങ്ങനത്തെ കഥാപാത്രം. അപ്പം പുള്ളി അതൊക്കെ ഉൾക്കൊണ്ട്, എന്ന് വെച്ചാൽ പുള്ളി ആ കൂത്തുപറമ്പ് വിട്ടുപോകാൻ കാര്യം പുള്ളി ഇതിനെ വിമർശിച്ച് ലോക്കലായിട്ട് അന്ന് അതിനെ വിമർശിച്ചുകൊണ്ടാണ് ചിലപ്പോൾ പുള്ളി പിൻകാലത്ത് നമ്മൾ പറഞ്ഞത്. ചിലപ്പോൾ ഞാൻ അവിടെ എന്നെ എല്ലാവരും കൂടെ തല്ലി കൊന്നളഞ്ഞ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളി അതുകൊണ്ടാണ് അവിടെ നിന്നൊക്കെ സ്ഥലം വിട്ട് പൊക്കളഞ്ഞത് സിനിമയുടെ ഒക്കെ ആയിട്ട്. പുള്ളി മട്ടന്നൂർ NSS കോളേജിൽ ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പഠിത്തമൊക്കെ നിർത്തിയിട്ട് പുള്ളി നേരെ സതേൺ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നങ്ങാണ്ടാണ് അതിൻ്റെ പേര്. അതായത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബർ എല്ലാം കൂടെ ചേർന്ന ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടെയാണ് പുള്ളി ഇത് പഠിക്കാറുള്ളത്. അവിടെ ശ്രീനി പഠിച്ചു, ശ്രീനാഥ് പഠിച്ചു, പിന്നെ രജനീകാന്ത് അവിടെയാണ് പഠിച്ചത്, ചിരഞ്ജീവി അവിടെയാണ്. അങ്ങനെ കുറേ പേര് അവിടെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഇവരൊക്കെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രോഡക്റ്റ്. അപ്പോൾ ശ്രീനിയൊക്കെ അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് രക്ഷയില്ലാതെ പിന്നെ കുറേ നാൾ നടന്നിട്ടാണ് മണിമുഴക്കം എന്ന് പറഞ്ഞൊരു സിനിമ അവിടെ ഇത് ചെയ്തത്. അപ്പോൾ ഇവർക്കൊക്കെ കൂടെ ഒരു സ്ഥിരം മീറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്, RK ലാബ് എന്ന് പറഞ്ഞത്, കോടമ്പാക്കത്തുള്ള ഒരു സ്ഥലം. RK ലാബ് മോഹൻദാസ് എന്ന് പറഞ്ഞ ആളുടെയാണ്, അദ്ദേഹം നടന്നായിരുന്നു. പിന്നെ അവിടെ ഉണ്ടായിരുന്നത് ചന്ദ്രാജി എന്ന് പറഞ്ഞിട്ട്, അടൂർ ബാസിയേട്ടൻ്റെ ബ്രദർ ചന്ദ്രാജി അവരൊക്കെ കൂടെ ചേർന്നൊരു വലിയൊരു എപ്പോഴും കൂടുന്ന ഒരു സ്ഥലമാണ് ഈ RK ലാബ്. അപ്പോൾ എല്ലാവരും ചെല്ലും, ഈ ജോലിയില്ലാത്തവരും ഇതുപോലെ ചേക്കേറിയവരും എല്ലാം അവിടെ എത്തും. ഇവിടെ മദ്രാസിൽ ഈ RK ലാബിൽ. അങ്ങനെയാണ് അവിടെ ഓരോ പ്രൊഡ്യൂസർമാർ വരുമ്പോൾ അവരെ പിടിച്ചിട്ടാണ് ഈ സിനിമയിലോട്ടൊക്കെ കയറുന്നത്. അങ്ങനെയാണ് KG ജോർജിൻ്റെ പടത്തിലുമൊക്കെ പുള്ളി വന്നത്. ഈ KG ജോർജ് മമ്മൂട്ടി ആദ്യമായിട്ട് അഭിനയിക്കുന്നൊരു സിനിമയുണ്ട്, ആ സർക്കസിൻ്റെ ഒരു സിനിമ, ഏത് ഞാൻ പറ്റും ആ സിനിമ മേള എന്ന് പറയുന്ന സിനിമ ഒക്കെ. അതൊക്കെ ഉണ്ടാവുന്നത് ഒക്കെ എവിടുന്നാണ്, മദ്രാസിലെ ഈ വക അവരുടെയൊക്കെ ഒരു കൂടി കാഴ്ചയിലും ഒക്കെ അവിടുന്നാണ് ഈ കഥാപാത്രങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ അന്ന് ഈ അഭിനയിക്കാനായിട്ട് ഒത്തിരി കഷ്ടപ്പെട്ട ഒരാളാണ്. പിന്നെ തിരക്കഥ എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ തിരക്കഥ പ്രിയൻ ശ്രീനിവാസൻ ടീം, നമ്മുടെ മണിയമ്പിള്ള രാജു പ്രൊഡ്യൂസ് ചെയ്ത പടങ്ങൾ, പിന്നെ സിബി ആയിട്ടുള്ള സിനിമ മുത്താരം കുന്ന് പ്രിയ എന്ന് പറഞ്ഞ സിനിമ, പ്രിയനുമായിട്ടുള്ള സിനിമ, പിന്നെ സത്യനന്ദിക്കാട്, ഇവർ രണ്ടുപേരും കൂടെ ചേർന്നുള്ള സിനിമ. അതാണ് ഏറ്റവും വലിയ ഹിറ്റായത്. അവരുടെ എല്ലാ സിനിമകളും മിക്കവാറും TP ബാലഗോപാലൻ മുതൽ ഗാന്ധിനഗർ, സെക്കൻഡ് സ്ട്രീറ്റ്, അങ്ങനെ ഇഷ്ടംപോലെ സിനിമകൾ വന്നിട്ടുണ്ട്. ഇവരൊരുമിച്ച് ചേർന്ന് ചെയ്ത സിനിമകൾ. ശ്രീനി പൊന്മുട്ടയിടുന്ന താറാവ്. അപ്പോൾ അങ്ങനത്തെ സിനിമകളൊക്കെ ഒത്തിരി ഹിറ്റുകൾ, നിരവധി ഹിറ്റുകളാണ് ഇവർ
സത്യനന്ദിക്കാട് ശ്രീനിവാസനും കൂടെ ചേർന്നുണ്ടാക്കി. അത് കാണാനായിട്ട് ആളുകൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അതൊരു വലിയ സംഭവമായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ, അതായത് അവരുടെ പടങ്ങളിൽ ഇപ്പോഴും ഇപ്പോൾ സത്യനന്ദിക്കാടിൻ്റെ ആയാലും ശ്രീനിവാസിൻ്റെ രണ്ടുപേരും കൂടെ ചേർന്നുള്ള സിനിമകൾ വളരെ ജീവിതഗന്ധിയായിട്ടുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ, വളരെ തന്മയത്വത്തോടുകൂടി അവതരിപ്പിക്കാനായിട്ട് അവർ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ആൾക്കാരിൽ എപ്പോഴും അത് ഇഷ്ടപ്പെട്ടത്. പക്ഷെ അതൊക്കെ നമുക്ക് നഷ്ടപ്പെടുകയാണ് ഭയങ്കരമായ രീതിയിൽ. ശ്രീനിയുടെ ഒരു വിടവാങ്ങൽ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു സംഭവം. എന്നെ ഒരു 6 മാസം മുമ്പ് എന്നെ വിളിച്ചിരുന്നു. 6 മാസം മുമ്പ് വിളിച്ചു. എന്ത് ശ്രീനിയും വിളിച്ചു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് 2-3 സ്ഥലത്ത് ഞങ്ങളിപ്പം ഈയിടെ കണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചപ്പോൾ ഞാൻ ശ്രീനി എന്താണ് ചുമ്മാ വിളിച്ചത്? ഒന്നുമില്ല, എനിക്ക് പെട്ടെന്ന് പഴയ ആൾക്കാരെയൊക്കെ വിളിക്കണം എന്ന് തോന്നി, അങ്ങനെ വിളിച്ചത്. കുറച്ചേറെ ഞങ്ങൾ സംസാരിച്ചു. പുള്ളിയുടെ ആരോഗ്യത്തിനെ കുറിച്ചും പുള്ളിയുടെ ചികിത്സയുടെ കാര്യങ്ങളും ഒക്കെ സംസാരിച്ചു. പക്ഷെ എന്തായാലും ഭയങ്കര വലിയൊരു പ്രതിഭ ആണ് നമ്മൾ നഷ്ടപ്പെട്ടത്. മലയാള സിനിമയുടെ ഒത്തിരി പ്രതിഭകൾ നമ്മളെ വിട്ടുപോയി. ശ്രീനി അവരിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന ഒരാളാണ്. ശ്രീനിക്ക് എല്ലാം പറയുന്ന പോലെ, നമ്മളെപ്പോഴും പറയുന്ന പോലെ, ശ്രീനിക്ക് പകരം വെക്കാൻ ശ്രീനി മാത്രമാണ് പറയാം. അതിൽ നമുക്കൊക്കെ ഏറ്റവും സങ്കടകരമായിട്ടൊരു കാര്യമാണ് ശ്രീനിയുടെ വിടവാങ്ങൽ.